അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ മുസ്ലിംസ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ്. ബിദ്അ എന്താണെന്നാണ് പറയാൻ പോണത്. ഫസ്റ്റ് നമുക്ക് ജാമിയ തിർമിദിയിലെ 2641 ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നോക്കാം. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ജൂതന്മാർ 72 വിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു. അതുപോലെ എൻ്റെ ഉമ്മത്തും 73 ഭാഗമായിട്ട് വിഭജിക്കപ്പെടും. അതിൽ ഒരു വിഭാഗം ഒഴിച്ച് ബാക്കി 72 വിഭാഗവും നരകത്തിൽ എറിയപ്പെടുമെന്ന്. ആ ഒരു വിഭാഗം ആരാണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെയും സ്വഹാബികളുടെയും മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരാണവർ എന്ന്. ഇനി ബിദ്അ എന്താണെന്ന് പറയാം. ഇസ്ലാമിൽ പുതിയതായിട്ട് വരുന്ന ഖുർആനിൻ്റെയോ സുന്നത്തിൻ്റെയോ അല്ലെങ്കിൽ സ്വഹാബിമാരുടെ പ്രവർത്തികളുടെയോ അടിസ്ഥാനത്തിൽ അല്ലാതെ പുതിയതായിട്ട് വരുന്ന ഓരോ ആചാരങ്ങളും ആരാധനകളും ആഘോഷങ്ങളുമൊക്കെയാണ് ബിദ്അ എന്ന് പറയുന്നത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. സുനാൻ അബി ദാവൂദിലെ 4607 ഹദീസിൽ ഉള്ളതാണിത്. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക, കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക. അർബീഷ്യൻ അടിമയെങ്കിൽ പോലും എൻ്റെ മരണത്തിനു ശേഷം നിങ്ങളിൽ പല തർക്കങ്ങളും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ എൻ്റെ സുന്നത്തിനെയും സന്മാർഗത്തിലുള്ള ഖലീഫകളുടെ സുന്നത്തും പാലിക്കുക. അവയെ മുറുകെ പിടിക്കുക. പുതിയ കാര്യങ്ങളിൽ നിന്ന് മാറുക. കാരണം എല്ലാ പുതിയ കാര്യങ്ങളും വഴിതെറ്റലാണ്. ഈ പുതിയ കാര്യങ്ങളെയാണ് ബിദ്അ എന്ന് പറയുന്നത്. ഇതിൽ നല്ല ബിദ്അ, അഴുക്ക ബിദ്അ അങ്ങനെയൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത് എല്ലാ പുതിയ കാര്യങ്ങളും എല്ലാ ബിദ്അകളും വഴിതെറ്റലാണ് എന്നാണ്. ആദ്യത്തെ 4 ഖലീഫമാരെയാണ് സന്മാർഗത്തിലുള്ള ഖലീഫ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് കമൻറ്റുകൾ വായിച്ചിട്ട് അതിൻ്റെ ആൻസർ പറയാം. ഞാൻ വിചാരിച്ചത് ഈ വീഡിയോയിൽ റമദാനിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ ഇടാമെന്ന്. പക്ഷേ കുറച്ച് കമൻസ് ഉണ്ട് റിപ്ലൈ പറയാൻ വേണ്ടിയിട്ട്. ഞാൻ വിചാരിച്ച് അതിൻ്റെ റിപ്ലൈ ഒക്കെ പറഞ്ഞിട്ട് ശനിയാഴ്ച ഇനി റമദാൻ എന്തൊക്കെ ചെയ്യാമെന്നുള്ള വീഡിയോ ഇടാമെന്ന്. ഫസ്റ്റ് നമുക്ക് ഈ കമൻറ്റ് നോക്കാം. അത്താഴത്തിന് ഫുഡ് കഴിക്കുന്ന ടൈം ബാങ്ക് കൊടുത്താൽ നമ്മുടെ വായിലുള്ള ഫുഡ് കളയണോ അതോ അത് കഴിക്കാമോ? ബാങ്ക് കൊടുത്ത ടൈം മുതൽ ആണോ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞ മുതലാണോ നോമ്പ് തുടങ്ങുക? നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നത് നിസ്കാരത്തിൻ്റെ സമയമായി എന്ന് അറിയിക്കാനാണ്. അപ്പോൾ സുബഹിയുടെ ബാങ്ക് കേൾക്കുന്നത് സുബഹിയുടെ സമയമായി എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സുബഹിയുടെ ബാങ്ക് കേൾക്കുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? സുബഹിയുടെ സമയം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. നോമ്പ് തുടങ്ങുന്നത് സുബഹിയുടെ സമയം തൊട്ടാണ്. അപ്പോൾ ബാങ്ക് വിളിക്കുന്നത് സുബഹിയുടെ സമയം ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒന്നും ആ സമയത്ത് കഴിച്ചുകൂടാ. അപ്പം മുതൽ നമ്മുടെ നോമ്പ് സ്റ്റാർട്ടായി എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ വായിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് തുപ്പിക്കളയണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നോമ്പിന് പകൽ ഉറങ്ങിയാൽ നോമ്പ് മുറിയോ എന്നാണ്. നമ്മൾ ഉറങ്ങിയാലൊന്നും നമ്മുടെ നോമ്പ് മുറിയത്തില്ല. നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വുളു പോയാൽ പിന്നെയും ആ നിസ്കാരം വീണ്ടും നിസ്കരിക്കണോ എന്നാണ്. നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും വുളു മുറിയാനുള്ള എന്തെങ്കിലും കാര്യം സംഭവിച്ചാൽ നമ്മൾ വുളു മുറിയും. വുളു ഉണ്ടെങ്കിൽ നമ്മുടെ നിസ്കാരം ശരിയാവത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ വുളു എടുത്തിട്ട് നിസ്കരിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സംശയം ചോദിക്കട്ടെ. വലിയ കുളിക്കുമ്പോൾ വുളു എടുക്കുമ്പോൾ നമ്മുടെ ഔറത്ത് മറയ്ക്കേണ്ടത് എങ്ങനെയാണ്? നമ്മൾ എന്തായാലും കുളിക്കുമ്പോഴും വുളു എടുക്കുമ്പോഴേക്ക് ആരും ഇല്ലാത്ത സ്ഥലങ്ങളിലല്ലേ ചെയ്യത്തുള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് ഔറത്ത് മറയ്ക്കുന്നത് നിർബന്ധമല്ല. പക്ഷേ ഔറത്ത് മറയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ഔറത്ത് മറച്ചാൽ മതി. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഔറത്ത് മറയ്ക്കുന്നതിൻ്റെ പേരിൽ നമ്മളുടെ ഒരു ശരീരഭാഗവും ശുദ്ധിയാവാതെ ഇരിക്കരുത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സംശയം ചോദിച്ചോട്ടെ, ഉംറയും ഹജ്ജും തമ്മിൽ എന്താണ് വ്യത്യാസം? ഉംറയെ പറ്റി പറഞ്ഞു തരുമോ എന്നാണ്. ഹജ്ജ് എന്ന് പറയുന്നത് ഇസ്ലാമിലെ 5 പില്ലറുകളിൽ ഒന്നാണ്. ഹജ്ജ് ഒരു മുസ്ലിമിന് കഴിവുണ്ടെങ്കിൽ എന്തായാലും അത് നിർബന്ധമാണ്, ഫർളാണ്. അതായത് ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒരാൾക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുമെങ്കിൽ അയാൾ എന്തായാലും ഹജ്ജ് ചെയ്തിരിക്കണം. ഹജ്ജ് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമേ നടക്കത്തുള്ളൂ, അതായത് ദുൽഹിജ്ജ മാസത്തിൽ. ഒരാൾ ഹജ്ജ് ചെയ്തത് അള്ളാഹു സ്വീകരിച്ചാൽ അയാൾ ജനിച്ചതു മുതൽ അതുവരെ ചെയ്ത എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും.
ഉംറയ്ക്ക് ഹജ്ജിനെ അപേക്ഷിച്ച് കുറച്ച് റിച്വൽസേ ഉള്ളൂ. ഉംറയുടെ പ്രതിഫലം എന്ന് പറയുന്നത് ഒരു ഉംറ ചെയ്തിട്ട് അടുത്തൊരു ഉംറ ചെയ്താൽ ആ ഉംറകൾ തമ്മിൽ ഇടയിലുള്ള സമയത്ത് നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് അള്ളാഹു മാപ്പ് തരുമെന്നാണ്. ഹജ്ജും ഉംറയും ചെയ്യുന്നത് ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യവും പാപങ്ങളെയും മാറ്റും. അവർ അള്ളാഹുവിൻ്റെ അതിഥികളാണ്. സ്വഹീഹ് അൽ ബുഖാരിയിലെ ഹദീസ് 1863 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, റമളാൻ മാസത്തിൽ ചെയ്യുന്ന ഉംറയ്ക്ക് ഹജ്ജിൻ്റെ അതേ പ്രതിഫലം കിട്ടുമെന്ന്. ഇനി അടുത്ത കമൻറ്റ് നോക്കാം. വാഹനത്തിൽ കയറുമ്പോൾ ചൊല്ലേണ്ട ദുആ അർത്ഥസഹിതം ഇടാവോ എന്നാണ്. സുനാൻ അബി ദാവൂദിലെ 2602 ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ഒരു ദുആ ഞാൻ പറയാം. ഈ ദുആ ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം കുതിരയ്ക്ക് റൈഡ് ചെയ്യുമ്പോൾ ആദ്യം ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് പറഞ്ഞ ശേഷം 3 പ്രാവശ്യം അൽഹംദുലില്ലാ എന്ന് പറയും. എന്നിട്ട് 3 പ്രാവശ്യം അല്ലാഹു അക്ബർ പറയും. എന്നിട്ട് സുബ്ഹാനക ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത എന്ന് പറയും. ഇനി ഇതിൻ്റെ അർത്ഥം എന്തെന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ വാഹനം നമ്മുടെ നിയന്ത്രണത്തിലാക്കിയ അള്ളാഹുവിന് സ്തുതി. അൽഹംദുലില്ലാ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ സ്തുതിയും അള്ളാഹുവിനാകുന്നു. അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും മഹാൻ അള്ളാഹു ആകുന്നു. പിന്നെ അടുത്ത ദുആയുടെ അർത്ഥം, അള്ളാഹുവേ ഞാൻ തെറ്റ് ചെയ്തു, നീ എനിക്ക് പുറത്തു തരയണമേ, നീ അല്ലാതെ ആരും തെറ്റുകൾ പുറത്തു തരില്ല. അപ്പോൾ എനിക്ക് അന്ന് എല്ലാ കമൻറ്റുകളുടെ റിപ്ലൈയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ നിന്ന് റമളാന് നമ്മൾ ചെയ്യേണ്ട ഇബാദത്തുകളൊക്കെ ഓരോ നിസ്കാരത്തിൻ്റെ അനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇനി റമളാന് മുമ്പ് നിങ്ങൾ 2 കാര്യങ്ങൾ സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഷിർക്ക് ഏതൊക്കെ രീതിയിൽ ഷിർക്ക് ചെയ്തു പോവും, എന്താണ് ഷിർക്ക് എന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ബിദ്അ ആയിട്ടുള്ള കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഷിർക്കിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്, നമ്മൾ ഷിർക്ക് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാനുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഷിർക്ക് ചെയ്തിട്ട് ബാക്കി ഇബാദത്തുകൾ ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഷിർക്ക് എന്താണെന്ന് പഠിക്കണം. എന്നിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കണം. ഇനി നിങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ദുആയും കൂടെ പറഞ്ഞു തരാം. ഇത് സുനാൻ അത്ത്-തിർമിദിയിലെ 3524 ഹദീസിലുള്ള ദുആയാണ്. യാ ഹയ്യു യാ ഖയ്യൂമു ബിറഹ്മതിക അസ്തഈസു അസ്ലിഹ് ലി ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐനിൻ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ഹദീസൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ നമ്പരും ഞാൻ കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ സ്വന്തമായിട്ട് സെർച്ച് ചെയ്തിട്ട് അത് പഠിക്കാൻ ശ്രമിക്കണം. നമ്മൾ ഗൂഗിളിൽ sunna.com സൈറ്റ് കാണും. അപ്പോൾ ആ സൈറ്റിൽ കയറിയിട്ട് ഈ സ്വഹീഹ് അൽ ബുഖാരിയിലെ ഹദീസ് നമ്പർ, സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ് നമ്പർ അങ്ങനെയൊക്കെ അടിച്ചു കൊടുത്താൽ ആ ഹദീസ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതിൽ ഇംഗ്ലീഷിലാണ് കൊടുത്തേക്കുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അത് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലാക്കിയിട്ട് മനസ്സിലാക്കിയാൽ മതി. ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പുതിയതായിട്ട് അറിവുകൾ ലഭിക്കുമ്പോൾ അത് സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്നിട്ട് വേണം നമ്മുടെ ജീവിതത്തിൽ അത് നമ്മൾ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മനസ്സിലാക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ ഓരോ തെറ്റുകളിൽ ചെന്ന് വീഴാൻ സാധ്യതയുണ്ട്. നമ്മളിത്തിരി അറിവൊക്കെ ആകുമ്പോഴത്തേക്കും ഇസ്ലാമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നല്ലതായിരിക്കും. ഇവിടുത്തെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മൾ മരിച്ചു ചെന്നിട്ടുള്ള നമ്മുടെ ആഖിറത്തിലെ ജീവിതത്തിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്കിപ്പോൾ പുതിയതായിട്ട് അറിയുന്ന കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ അറിവുള്ള കാര്യങ്ങൾ വരെ ഒന്നുകൂടെ പഠിക്കുന്നത് നല്ലതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.